രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഒരു മതരാഷ്ട്രവാദം ഉൾക്കൊള്ളുന്ന പ്രസംഗങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മരിച്ചു പോകുമ്പോൾ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ 1,00,000-ൽ പരം അനുചരന്മാരുണ്ട്. ഇതിൽ ഒരാളാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി. അത് സ്വാഭാവികമായി ഒരു രാഷ്ട്രമാകുമ്പോൾ ഒരു ഭരണാധികാരി ഉണ്ടാവും. ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം അനുയായികൾ, സഹാബത്ത് എന്ന് പറയുന്ന നമ്മൾ അനുചരന്മാര്, ഈ പള്ളിയിൽ നിന്ന് ദിക്ർ ചെല്ലാനും ഖുർആൻ ഓതാനും ഒന്നല്ല കൂടുതൽ മുൻഗണന നൽകിയിരുന്നത്. അവർ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിരുന്നു, അവർ ഖലീഫയാവുകയായിരുന്നു എന്ന്. ഈ നിലക്ക് ഇതൊക്കെ ഒളിച്ചു കിടത്തലാണ്, ഒരു തരം മതരാഷ്ട്രവാദത്തെ ഒളിച്ചു കിടത്തലാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണം നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ഇതിനൊന്നും സമസ്തക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. അത് ഇവിടെ പറയേണ്ട വിഷയങ്ങളല്ല. ഇവിടെ എന്നിട്ട് ഈ രാഷ്ട്രീയത്തെ ഇവിടെ ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ചില അത്തരം കാര്യത്തിൽ അവരൊക്കെ പരിഹസിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇതൊക്കെയാണോ ഈ യാഥാസ്ഥികത എങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് പോകാൻ കഴിയും. ഇല്ല ഇല്ല. ഓക്കെ, ഒന്ന് സംസാരത്തിൽ വന്നതുകൊണ്ട് പറയാണ്, SNEC എന്ന് പറയുന്നത് ഇതിന് സമാന്തരമായിട്ട് ഉണ്ടാക്കിയതല്ല. 85-ാം വാർഷികത്തിൽ തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ് പ്രഖ്യാപിച്ച ഒരു സംവിധാനം. സാഹചര്യങ്ങൾ അതിന് ചില ഓക്കെ പക്ഷേ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പോവാം. പക്ഷെ സമസ്ത ഇങ്ങനെ ഈ മധ്യസ്ഥന്മാരുടെയും ഇതുവരെയുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് തുടരണമെന്ന ഒരുപാട് ആളുകളുടെ ആഗ്രഹം അനുസരിച്ച്, മാത്രമല്ല സമസ്തയുടെ ആശയാദർശങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടേ നടത്താവൂ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആധാരമുള്ള പല സ്ഥാപനങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പേരിൽ സമസ്ത വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ നിർബന്ധിതരാണ്. അത് സമസ്ത തീരുമാനം പറഞ്ഞു. അദ്ദേഹം ഇതുവരെ പറഞ്ഞതനുസരിച്ചും ഇപ്പോൾ പറഞ്ഞതനുസരിച്ചും ഇത് അംഗീകരിച്ച അയാൾ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കാരണം അദ്ദേഹം നമ്മളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് സ്വതന്ത്ര സംഘടനയായിട്ട് പോകും, സമസ്ത സ്വതന്ത്ര സംഘടനയായിട്ട് നിന്നോട്ടെ എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അതിനു പകരം അദ്ദേഹം വന്നുകൊണ്ട് സമസ്തയെ ആക്ഷേപിക്കുകയും സമസ്ത എനിക്ക് അവസരം തന്നില്ല എന്ന് പറയുകയും സമസ്തയിൽ ശുദ്ധീകരണം വേണം എന്നൊക്കെ തുടങ്ങിയുള്ള വളരെ മോശമായി ഒരിക്കലും തന്നെ സമസ്തയോട് യോജിക്കാത്ത വിധത്തിൽ പറഞ്ഞത് കൊണ്ട് ഞങ്ങളതിന് മറുപടി പറയാൻ നിർബന്ധിതരായി. അത്രേ ഇവിടെയുള്ളൂ. നമ്മൾ ഇനി അതിന്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അനാവശ്യ വിവാദം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ലാതിരുന്നാൽ മതി.